ഹായ് മക്കൾസ്, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഗ്രൂപ്പും പീരീഡും കാണാൻ പഠിച്ചാലോ? നിങ്ങളുടെ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിൽ നിന്നും ഗ്രൂപ്പും പീരീഡും കാണാൻ പെട്ടെന്ന് പഠിക്കാം അല്ലേ മക്കളെ? പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിട്ടും. വളരെ സിമ്പിളാണ് കേട്ടോ മക്കളെ. അപ്പം നമുക്കൊരു എലമെൻറ്റ് തന്നാൽ അത് പീരിയോഡിക് ടേബിളിൽ എത്രാമത്തെ ഗ്രൂപ്പിലാണ്, എത്രാമത്തെ പീരീഡിലാണ് നമുക്കൊന്ന് കണ്ടെത്തണം അല്ലേ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ 2 സെക്ഷൻസ് ആയിട്ടാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1, 2, അതായത് അവസാന ഷെല്ലിൽ 1, 2 വരികയാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അവസാനത്തെ 3 മുതൽ 8 വരെ വന്നാൽ അതിലേക്ക് നിങ്ങൾ 10 ആഡ് ചെയ്യാനുണ്ട്. പറയാം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ സംഖ്യ 1, 2 ആണെങ്കിൽ അതാണ് ഗ്രൂപ്പ്. കിട്ടിയില്ലേ? അവസാനം 1, 2 ആണെങ്കിൽ അതാണ് ഗ്രൂപ്പ്. പീരീഡ് കാണണമെന്നുണ്ടെങ്കിൽ ഷെല്ല് നോക്കിയാൽ മതി. നോക്കിക്കോളി മക്കളെ, നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സോഡിയം, പൊട്ടാസ്യം, ബെറീലിയം, അതിൻ്റെ അറ്റോമിക് നമ്പർ അടക്കി ഞാൻ തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് 2, 8, 1. മക്കളെ, ഇതിൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാ കാണുക? ഗ്രൂപ്പ് കാണാൻ അവസാനം എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ അവസാനം 1 ആയതുകൊണ്ട് ഗ്രൂപ്പ് എത്രടാ? 1 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അവസാനത്തെ നമ്പറാണ് അതിൻ്റെ എന്തടാ ഗ്രൂപ്പ് നമ്പർ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അവസാനം 1 ആയതുകൊണ്ട് ഗ്രൂപ്പ് 1. ഇനി പീരീഡ് കാണണമെന്നുണ്ടെങ്കിൽ എത്ര ഷെല്ലുണ്ട്? 1, 2, 3. ടോട്ടൽ എത്ര ഷെല്ലുണ്ടടാ? 3. അപ്പം 3ാമത്തെ പീരീഡാണ്. കിട്ടിയോടാ? എന്നാൽ പൊട്ടാസ്യം എന്ന് പറഞ്ഞേ. ഗ്രൂപ്പ് എങ്ങനെ കാണുക? അവസാനം കാണുന്ന എത്ര? 1 ആണ്. അപ്പോൾ ഗ്രൂപ്പ് 1. ഇനി പീരീഡ് കാണണം. ഏതൊക്കെ ഷെല്ലുണ്ട്? 1, 2, 3, 4. 4 ഷെല്ലുണ്ട്. അപ്പോൾ പീരീഡ് എത്ര ഇക്കാരം? 4 ഇക്കാരം. ക്ലിയർ അല്ലേടാ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ബെറീലിയത്തിൻ്റെ ഗ്രൂപ്പ് കാണാൻ അവസാനം തന്ന സംഖ്യ എത്രയാണ്? 2 ആണ്. അപ്പം എങ്ങനെയാടാ പീരീഡ് കാണാം? എത്ര ഷെല്ലുണ്ട് നോക്കിയാൽ പോരെ? മക്കളെ പറഞ്ഞോളി. 1, 2. 2 ഷെല്ലുണ്ട്. അപ്പോൾ അത് എത്രാമത്തെ പീരീഡിലാടാ? 2ാമത്തെ പീരീഡാണ്. കിട്ടിയോടാ? അപ്പോൾ അവസാനം 1, 2 ആണെങ്കിൽ അതാണ് എന്ത്? ഗ്രൂപ്പ്. പീരീഡ് കാണാൻ എന്ത് കണ്ടാൽ മതി? ഷെല്ല് കണ്ടാൽ മതി. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാണ്. ഇനി മക്കൾ ശ്രദ്ധിക്കണം. 3 മുതൽ അവസാനം 8 വരെ കണ്ടാൽ നിങ്ങൾ അതിലേക്ക് എന്ത് കൂട്ടണം? 10 കൂട്ടണം. അവസാന ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 മുതൽ 8 വരെയുള്ള സംഖ്യ കണ്ട നിങ്ങൾ അതിലേക്ക് എന്ത് കൂട്ടണടാ? 10 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം. ഫോസ്ഫറസ്, കാർബൺ, ക്ലോറിൻ, ഇങ്ങനെ 3 തന്നിട്ടുണ്ട് അല്ലേ? എന്നാൽ ഫോസ്ഫറസിന്റെ ഗ്രൂപ്പും പീരീഡും കാണണം. എങ്ങനെയാടാ? ഫോസ്ഫറസിന്റെ ലാസ്റ്റ് ഷെല്ല് എത്ര കാണുന്നത്? 5 ആണ് അല്ലേ? അപ്പോൾ ആ 5ലേക്ക് എന്ത് കൂട്ടണടാ? 10 കൂട്ടണം. എന്തുകൊണ്ട്? അവസാനം 3 മുതൽ 8 വരെ കണ്ടോ? അതിക്ക് എന്ത് കൂട്ടണം? 10 അല്ലേ? അപ്പോൾ അവസാനം 5 ആണ്. അപ്പോൾ അതിക്ക് എന്ത് കൂട്ടുക? 10. 5 + 10 എത്രയാടാ? 15 ആണ്. അങ്ങനെയാണെങ്കിൽ പീരീഡ് എങ്ങനെ കാണടാ? എത്ര ഷെല്ലുണ്ട്? 1, 2, 3. അങ്ങനെ ടോട്ടൽ എത്ര പീരീഡ് ഉണ്ടടാ? 3 പീരീഡ് ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണ് മക്കളെ. കാർബണിൻ്റെ ഒന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവസാനം തന്നത് 4 ആണ്. 4 അല്ലേ? 4 ആയിക്കോട്ടെ. 3 മുതൽ മുകളിലേക്കാണെങ്കിൽ എന്ത് കൂട്ടണം? 10 കൂട്ടണം. അപ്പം എത്രടാ? 4 + 10 എത്രടാ? 14 അല്ലേ? അങ്ങനെയാണ് ഈ പീരീഡ് എങ്ങനെയാടാ? എത്ര ഷെല്ലുണ്ട്? 2. അപ്പം പീരീഡ് 2. വളരെ സിമ്പിളാണ്. അങ്ങനെ മക്കളെ ക്ലോറിൻ്റെ ഒന്ന് പറഞ്ഞേ. അവസാനം തന്നത് A അല്ലേ? അപ്പോൾ പറഞ്ഞോളൂ. A + 10 എത്രടാ? 17. ഇനി ഷെല്ലൊക്കെ കാണാൻ എല്ലാവർക്കും അറിയില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് മക്കളെ പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര ഷെല്ലുണ്ട്? 1, 2, 3. ടോട്ടൽ 3 ഷെല്ലുള്ളത് കൊണ്ട് 3ാമത്തെ പീരീഡാണ്. കിട്ടിയോടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ അലൂമിനിയം 13 ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ ഗ്രൂപ്പും പീരീഡും എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ മക്കളെ, ഇനി ആരെങ്കിലും ഞങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളെ ഓണം എക്സാമിന് ശേഷം ഇതെന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഫാസ്റ്റായി ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ട്രാക്കാക്കി പോകണമെന്നുണ്ടെങ്കിൽ എഡ്യൂപോർട്ടിൽ ജോയിൻ ചെയ്യൂ. അപ്പോൾ താഴെ കമൻറ്റിലുണ്ട് അതിൻ്റെ ലിങ്ക്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഫിൽ ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. ക്ലിയർ അല്ലേടാ? ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ.